നമസ്കാരം. ചാനൽ 91ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ചുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലാണ്. ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിരവധി പ്രത്യേകതകൾ അടങ്ങിയ ഒരു ക്ഷേത്രം തന്നെയാണിത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പരിവാര സമേതം ശ്രീ മഹാദേവൻ. അതായത് തന്റെ പരിവാര സമേതം ഭാരതത്തില് സർവം സ്വയംഭുവായി വസിക്കുന്ന ഏക ശിവക്ഷേത്രമാണ് ശ്രീ ചുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രം. എന്നാൽ ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് വേറിട്ടൊരു കാഴ്ച കാണാനാണ്. അത് എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് അകത്ത് ചെന്നിട്ട് നല്ല ഭംഗിയായിട്ട് കാണാം. അതിൻ്റെ ഇടയ്ക്കൊരു ഒരു ഹിന്റെന്നുള്ള കണക്ക് ഞാൻ പറയാം. നമ്മൾ കണ്ടിട്ടുണ്ടാവും ശയന ചുവർ ചിത്രങ്ങളൊക്കെ. അപ്പം ഈ ശയന ചുവർ ചിത്രം എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലേക്ക് വരുന്നത് അനന്തശയനമാണ്. എന്നാൽ വേറിട്ടൊരു കാഴ്ചയാണ് നമുക്കായിട്ട് അകത്തൊരുക്കി വെച്ചിട്ടുള്ളത്. നല്ലൊരു കലാകാരന്റെ ഭാവനയിൽ വിരിഞ്ഞ ആ ഒരു ശയന ചിത്രം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. 1500-ൽ പരം വർഷങ്ങളുടെ പൈതൃകം അവകാശപ്പെടുന്ന പ്രസിദ്ധമായ ഒരു മഹാക്ഷേത്രമാണ് തിരുവൈരൂർ മഹാദേവർ ക്ഷേത്രം. കേരളീയ ശില്പകലയുടെ കലാവൈഭവവും ചാരുതയും വിളിച്ചോതുന്ന അനേകം ദാരുശില്പങ്ങളാൽ അലങ്കൃതമായ ശ്രീകോവിലാണ് ഇവിടുത്തെ വലിയ ആകർഷണം. സാക്ഷാൽ ശ്രീ മഹാദേവൻ സ്വയംഭൂ രൂപത്തിൽ ഇവിടെ കുടികൊള്ളുന്നു. നമസ്കാരം സർ. അപ്പം എന്താണ് നമ്മുടെ ക്ഷേത്രത്തിലെ ആ ഒരു പ്രത്യേകതകൾ? ഏകദേശം 1500 വർഷത്തോളം പഴക്കം കഴിക്കുന്ന ഒരു മഹാക്ഷേത്രമാണ്. പ്രത്യേകത എന്ന് പറയുന്നത് പ്രധാന ദേവനോടൊപ്പം തന്നെ ഉപദേവന്മാരും എല്ലാം സ്വയംഭൂവായ ശിലയിൽ കുടികൊള്ളുന്ന ഒരു അപൂർവ ചൈതന്യമാണ്. ഭാരതത്തിലെ തന്നെ ക്ഷേത്രം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു മഹാക്ഷേത്രമാണ്. അതുമാത്രമല്ല, അതിൻ്റെ ചുറ്റോട് നമ്മുടെ പ്രധാന ശ്രീകോവിലിൻ്റെ ചുറ്റിൽ ദാരുശില്പങ്ങളാൽ അലങ്കൃതമാണ്. പ്രകൃതിയെ ദാരുശില്പങ്ങൾ ആവാഹിച്ച തച്ചന്മാരുടെ ഒരു സർഗാത്മകത അനുഭവിച്ചറിയുന്ന നാടാണ് ചുനക്കരദേശം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരിയേറെ അപൂർവതയുള്ള ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവം. അതിനെക്കുറിച്ച് അറിയാമോ? അത് 1500 വർഷങ്ങൾക്ക് മുമ്പ് പറയപ്പെടുന്ന ചരിത്രമനുസരിച്ച്, ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന അറിവനുസരിച്ച്, ഒരു കുറവ സ്ത്രീ പുല്ലറിയാൻ വന്നപ്പോൾ അത് ഒരു പാറയിൽ രക്തം വരികയും, അപ്പോൾ ആ ചൈതന്യം ഉണ്ടെന്നുള്ള മനസ്സിലായി അവർ പേടിച്ച് ഓടിപ്പോവുകയൊക്കെ ചെയ്തിട്ടുള്ള അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അവരാണ് അത് ഇങ്ങനൊരു ചൈതന്യം ഇവിടെ ഉണ്ടെന്നുള്ളത് സമൂഹത്തിലേക്ക് ആദ്യം എത്തുന്നത്. പിന്നീട് അയിരൂർ തമ്പുരാൻ യാത്രാമധ്യേ വിശ്രമിക്കാൻ ഒരു സ്ഥലത്തിരിക്കുകയും അദ്ദേഹം എല്ലാ ദിവസവും ശിവപൂജ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ ശിവപൂജ ചെയ്യാൻ വൈകുന്നേരത്ത് ശിവൻ്റെ ചൈതന്യം ഇവിടെ ഉണ്ടെന്നുള്ളത് നോക്കുമ്പം ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് അദ്ദേഹത്തോട് പറയുകയും, അപ്പം അങ്ങനെ അന്നത്തെ കുടുംബക്കാരെല്ലാം കൂടെ ചേർന്ന് അദ്ദേഹത്തെ ആ ചൈതന്യത്തിൻ്റെ അവിടെ കൊണ്ടുവരികയും അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുകയും, അങ്ങനെ അയിരൂർ തമ്പുരാൻ്റെ നേതൃത്വത്തിലാണ് ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിക്കപ്പെടുന്നത്. ഈ നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് കുറേ വാര്യം ഉള്ള ആൾക്കാരെയും മറ്റ് കുടുംബക്കാരെയും എല്ലാവരെയും കൂടെ യോജിപ്പിച്ചുകൊണ്ട് ആ ക്ഷേത്രം പണിത് അവരെ ഏൽപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. കേദാർനാഥ ക്ഷേത്രത്തിൽ എങ്ങനെയാണോ ഭഗവാൻ കുടികൊള്ളുന്നത്, അതേ ചൈതന്യം തന്നെയാണ് ഇവിടെയും കുടികൊള്ളുന്നതെന്ന് മഹത്തുക്കളായ പലരും വന്ന് കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ആൾക്കാർ കുറെ കൂടി മനസ്സിലാക്കണം. കാരണം ഒരു പ്രതിഷ്ഠിച്ച ബിംബമല്ല ഇവിടെ, എല്ലാം സ്വയംഭൂവാണ്. സ്വയംഭൂ ആയതുകൊണ്ട് തന്നെ ആ പരിവാര സമേതം ഭഗവാൻ ഇവിടെ വാണരുളുന്നത് ജനങ്ങൾക്ക് ആ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അവിടെ ആ ഒരു ക്ഷേത്രത്തിൽ ആദ്യമായി തന്നെ ഇത്തരത്തിലൊരു ശയനമൂർത്തിയുടെ ഇത് വരുന്നത് ഞങ്ങളുടെ ക്ഷേത്ര ഭരണസമിതിയെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കും ബഹുമാനപ്പെട്ട ഭക്തജനങ്ങൾ ആരെങ്കിലുമൊക്കെ മുൻകൈ എടുത്ത് ബാക്കി ചുവരുകളിലൂടെ ഇത് വരയ്ക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഇത്രയേറെ ചരിത്രം പേറുന്ന ക്ഷേത്രത്തിന്റെ ചുവരുകൾ കേരളീയ ചുവർച്ചിത്ര ചാരുതയാൽ കൂടുതൽ മനോഹരമാക്കാൻ ശ്രമിക്കുകയാണ് ചിത്രകാരനായ വിശാഖ് കരിമുളയ്ക്കലും സംഘവും. കേരളീയ ചുവർച്ചിത്ര പരമ്പരയിൽ നാളിതുവരെ ചെയ്തിട്ടില്ലാത്തതും ക്ഷേത്രചുവരിൽ വരയ്ക്കുന്ന ആദ്യത്തെ ശയനമൂർത്തി സങ്കല്പവുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മഹാവിഷ്ണുവിന്റെ അനന്തശയനം മാത്രം കണ്ടുശീലിച്ച നമുക്ക് മുന്നിൽ വേറിട്ട ഒരു മൂർത്തി സങ്കല്പം തന്നെയാണ് ശയനമൂർത്തി എന്ന വാസുകി ശയനം. ഗംഗാദേവിയുടെ മടിയിൽ തലവെച്ചും പാർവതീദേവിയുടെ മടിയിൽ കാൽവെച്ചും കിടക്കുന്ന ശിവനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഹാവിഷ്ണു, ബ്രഹ്മാവ്, യമൻ, ഇന്ദ്രൻ, ഗണപതി, മുരുകൻ, നന്ദി, ഭൂതഗണങ്ങൾ, മറ്റു മഹർഷിമാർ എന്നിവരെയും കാണാം. ചിത്രകാരനായ വിശാഖ് കരിമുളയ്ക്കലും ചിത്രകാരികളായ സ്നേഹ PS, ദിവ്യ ഹരി, ഷീന വിനേഷ് എന്നിവരുടെ കൂട്ടായ ശ്രമത്താൽ 1 മാസത്തിലേറെ സമയം ചെലവഴിച്ച് ചെയ്തതാണ് വാസുകി ശയനം. അപ്പം ഇതാണ് ആ അതുല്യ കലാകാരൻ വിശാഖ് കരിമുളയ്ക്കൽ. നമ്മുടെ കേരളത്തിലെ തന്നെ ആദ്യ ശയനമൂർത്തി ചുവർച്ചിത്രം, വാസുകി ശയനമൂർത്തി ചുവർച്ചിത്രത്തിൻ്റെ പിതാവെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പം ഇദ്ദേഹത്തോട് തന്നെ നമുക്ക് ബാക്കി ആ ഒരു ചുവർച്ചിത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയും ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. നമസ്കാരം.
ഇതിപ്പോ കേരളത്തിലെ ആദ്യ ശയനമൂർത്തി ചുവർച്ചിത്രമാണല്ലോ. ഇത് ക്ഷേത്രചുവര് ചെയ്യുന്ന കേരളത്തിലെ ആദ്യത്തെ വാസുകി ശയനം, അതായത് ശിവൻ്റെ ശയന രൂപത്തിലുള്ള ശിവൻ്റെ ചുവർച്ചിത്രമാണിത്. ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഒട്ടുമിക്ക ഒരു ക്ഷേത്രങ്ങളിൽ പോലും ക്ഷേത്രച്ചുവരിൽ ഇതുപോലൊരു ശിവൻ്റെ ശയിക്കുന്ന ഒരു രൂപത്തിലുള്ള ചുവർച്ചിത്രമില്ല. ഇതിൻ്റെ ഒരു റെഫറൻസ് ആകെ ഉള്ളത് നമ്മുടെ ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിൽ അഭിലാഷ് സാറ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം. അത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഒരു റെഫറൻസ് കൂടെ വെച്ചിട്ടാണ് ഞാൻ ഈ ചിത്രം ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനകത്തിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അങ്ങനെയല്ല, ചുവർച്ചിത്രങ്ങൾ കൂടുതലും ചെയ്യുന്നത് ഓരോ ശ്ലോകങ്ങൾ ബേസ് ചെയ്തും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിനകത്തിലുണ്ട് ഒരു മൂർത്തിഭാവം ചെയ്യുമ്പോൾ അതിനകത്തിൽ എന്തൊക്കെ വരുത്തണം, അവരുടെ ആയുധങ്ങൾ, അവരുടെ പ്രത്യേകതകൾ, നിറം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം അത് വെച്ചിട്ടാണ് ഒട്ടുമിക്ക കലാകാരന്മാരും ചുവർച്ചിത്രം ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ഇപ്പം ഞാൻ എൻ്റെ ഗുരുനാഥൻ്റെ ഒരു റെഫറൻസ് എടുത്ത് തന്നെയാണ് ഞാനിത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്തിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവൻ്റെ കഴുത്തിലല്ല വാസുകി. സാധാരണ എല്ലായിടത്തും ആഭരണമായിട്ടാണ് വാസുകി യൂസ് ചെയ്യുന്നത്. അതന്നെ വാസുകി. ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസുകി ശയ്യാരൂപത്തിലാണ് വാസുകിയെ ഞങ്ങളിവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അനന്തശയനത്തിൽ അനന്തന് പകരം ഇവിടെ വാസുകി വന്നു. അതായത് ശയ്യ മീൻസ് മെത്ത. അപ്പോൾ ശിവന് കിടക്കാനുള്ള ഒരു മെത്തയുടെ രൂപത്തിലാണ് വാസുകി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഗംഗാദേവിയുടെ മടിയിൽ തലയും വെച്ച് ദേവീദേവന്മാരുണ്ട്. അതായത് ഇപ്പം ശിവൻ്റെ ജടയിലാണ് സാധാരണ ഗംഗ. ഇതിപ്പം വാസുകി ശയനത്തിൽ വന്നപ്പം ഗംഗാദേവിയുടെ മടിയിൽ ശിവൻ തല വെച്ചിട്ട് പാർവതി ദേവിയുടെ മടിയിൽ കാൽപാദം വെച്ച് കിടക്കുന്ന രൂപത്തിലാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് അങ്ങനെ ഇതിപ്പം ഗംഗയെ പ്രത്യക്ഷത്തിൽ കൊണ്ടുവന്നേ. എന്തിനാ ഒരാളെ എപ്പോഴും ഒളിപ്പിച്ച് വെക്കുന്നേ? അങ്ങനെ ഒളിപ്പിച്ച് വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇതിലാണെങ്കിൽ ഗംഗാദേവി ആണെങ്കിൽ മടിയിൽ കിടക്കുന്നത്, കാരണം തലഭാഗത്ത് വരുന്നത് ഗംഗയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഗംഗാദേവിയെ മടിയിൽ വെച്ചേക്കുന്നത്. ഗംഗാദേവിയുടെ മടിയിൽ ശിരസും പാർവതി ദേവിയുടെ മടിയിൽ കാലും വെച്ചാണ് ഭഗവാൻ കിടക്കുന്നത്. പിന്നെ അതുകൂടാതെ നാരദ മഹർഷി, തുമ്പുരു മഹർഷി, മഹാവിഷ്ണു, പിന്നെ ബ്രഹ്മാവ്, യമൻ, ഇന്ദ്രൻ, മുരുകൻ, ഗണപതി, നന്ദി, പിന്നെ ശുക്രാചാര്യർ, പിന്നെ ശിവഭൂതങ്ങൾ, ഇത്രയും അതിലുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമേ ഇവിടെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നത് വാസുകീശനോ അല്ല, അവിടെ ഒരു ശിവകുടുംബം ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ഇങ്ങനെ ഒരു ചിത്രം ഇവിടെ ചെയ്യാനുണ്ടായ ഒരു പ്രേരണ എന്താണ്? അത് ഞാൻ ഇവിടുത്തെ ക്ഷേത്രത്തിലെ 2ാം കരയിലാണ് എൻ്റെ താമസം. അപ്പം അമ്പലത്തിൽ വരുമ്പോൾ മിക്കവാറും എനിക്ക് ആ ഭിത്തി കാണുമ്പോൾ അവിടെ നിന്ന് വരച്ചാൽ കൊള്ളാം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. കുറേ നാളത്തെ, സത്യം പറയല്ല, ചിരകാല സ്വപ്നമാണ് അങ്ങനെ പറയുന്നത് ഏറ്റവും ബെറ്റർ. അപ്പോൾ അവിടെ വന്നിരിക്കുമ്പോൾ, ആ തറയിൽ വന്നിരിക്കുമ്പോൾ ആലോചിക്കാറുണ്ട് ഒരെണ്ണം ചെയ്താൽ. അങ്ങനെ ഞാനാണെങ്കിൽ ക്ഷേത്ര ഭരണസമിതിയായിട്ട് ബന്ധപ്പെട്ട് നമുക്കിങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് അവർ പൂർണ്ണ സമ്മതവും പൂർണ്ണ സപ്പോർട്ടും അവരായിരുന്നു. കാരണം ഇങ്ങനെ ഒരു ക്ഷേത്രമാണെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി നമുക്ക് തുറന്നിട്ടായിരുന്നു. കാരണം എല്ലാ പൂജകളും കഴിഞ്ഞിട്ട് അടച്ചിട്ട് പോകുന്ന ക്ഷേത്രമാണ്. ഒരു മാസത്തോളം ഉള്ള ഞങ്ങളുടെ 4 പേരുടെ കഷ്ടപ്പാടാണത്. ബാക്കി 2 പേർക്ക് ഇന്ന് ക്ഷേത്രത്തിൽ വരാൻ പറ്റാത്തതുകൊണ്ടാണ് കൂടുതൽ ഇല്ലാഞ്ഞ്. ഞങ്ങളുടെ 4 പേരുടെ 1 മാസത്തോളമുള്ള കഷ്ടപ്പാടാണ് അത്രയും വർക്ക്. ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞല്ലോ വാസുകി ശയനം അല്ല ആദ്യം മനസ്സിൽ വന്നത് ശിവകുടുംബമാണ്. എന്താണ് ശിവകുടുംബം? ശിവകുടുംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവനും പാർവതി മക്കളുമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണത്. അപ്പോൾ പിന്നെ പറയുന്ന പോലെ ചിന്തകൾ മാറി മാറി വരുമല്ലോ. അപ്പം അങ്ങനെ ഒരു തിരിഞ്ഞു വന്നതാണ് എന്തുകൊണ്ട് ഇവിടെ അത് ചെയ്തുകൂടാ, ഇത് ചെയ്താൽ മതി എന്നുള്ളൊരു ചിന്ത വന്നത്. അതങ്ങനെയാണ്. ചില വർക്കുകൾ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒന്നായിരിക്കും, അത് ചെയ്തു വരുമ്പോൾ വേറൊന്നായിരിക്കും. എത്ര നാളായി ഇപ്പോൾ ഈ ഒരു ചിത്രകല, ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ട്? കുഞ്ഞിലെ തൊട്ടേ ഉണ്ടോ അതോ? ഞാൻ എൻ്റെ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പഠിക്കാൻ തുടങ്ങിയത്. പിന്നെ +2 കഴിഞ്ഞ ടൈം തൊട്ട് ഞാൻ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ചുനക്കര രാജമാഷാണ് എൻ്റെ ആശാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിൽ പഠിച്ചു. ഇപ്പം കരിമുളയ്ക്കൽ എനിക്ക് സ്വന്തമായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പം എൻ്റെ ശിഷ്യരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഇപ്പം ബലമായിട്ട് നിൽക്കുന്നത്. അവർ 3 പേര് എൻ്റെ ശിഷ്യരാണ്. അപ്പം അവരുണ്ട് എൻ്റെ കൂടെ എന്തിനും സപ്പോർട്ടായിട്ട്. അപ്പം ആ ഒരു ചുവർചിത്ര വിശേഷങ്ങൾ നമുക്കിനി ഒന്ന് കണ്ട് മനസ്സിലാക്കാം.
അപ്പം ഇതാണ് വിശാഖിൻ്റെ നേതൃത്വത്തിൽ ചുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടത്തിയിട്ടുള്ള ശയനമൂർത്തി, കേരളത്തിലെ തന്നെ ആദ്യ ശയനമൂർത്തി ചുവർച്ചിത്രം, വാസുകി ശയനമൂർത്തി അല്ലേ. അപ്പം ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ ഒരുവിധം വിശാഖ് പറയുന്നത് നമ്മൾ കേട്ടു. പക്ഷേ ഈ ഒരു ചിത്രത്തിലുള്ള കാര്യങ്ങളൊക്കെ വിശാഖ് നമ്മൾക്കിപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇതിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ കിടക്കുന്നത് ശിവനാണ്, മഹാദേവൻ. ഇതില് കുണ്ടലങ്ങൾ വരുന്നത് നാഗകുണ്ടലങ്ങളാണ്. ശിവന്റെ പ്രത്യേകതയാണ് ശിവന് നാഗകുണ്ടലം, കുണ്ടലം മീൻസ് കമ്മൽ. അപ്പം ശിവന് വരുന്നത് നാഗകുണ്ടലങ്ങളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് തലയൊട്ടി, കപാലമാല, തലയൊട്ടിയാണ് ശിവൻ. തലയൊട്ടി കൊണ്ടുള്ള മാല, സർപ്പത്തെ വെച്ചിട്ടുള്ള കമ്മല്, പിന്നെ ചന്ദ്രകല, ജടക്കെട്ട്, അങ്ങനെയാണ് കിടക്കുന്ന രൂപത്തിലാണ്. ആടെ ആഭരണങ്ങളിലൂടെ ഒരു സുഖഭാവത്തിലാണ് കിടക്കുന്നത്. ഇതുവരെയും കിടക്കുന്ന ഒരു ശിവന്റെ ഒരു ശില്പമോ അല്ലെങ്കിൽ ചിത്രമോ ഒന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നല്ല, ക്ഷേത്രച്ചൂരിൽ ചെയ്യുന്ന ആദ്യത്തെയാണ്. കാരണം അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിൽ സാറ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ റെഫറൻസ് എടുത്തുകൊണ്ടാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. ക്ഷേത്രച്ചൂരിലെ ആദ്യത്തെ ഗംഗയുടെ മടിയിലാണ് തല വെച്ചിരിക്കുന്നത്. ഇതാണ് ഗംഗാദേവി. ഗംഗാദേവിയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന മഹാദേവനാണ് വാസുകി എന്ന സർപ്പം. വാസുകി, അതായത് അനന്തന് വരുന്നത് 5 തലയും വാസുകിക്ക് വരുന്നത് 3 തലയാണ്. അതുകൊണ്ട് ഇത് വാസുകി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ശിവൻ, ഇത് ഗംഗാദേവി. ഈ കാണുന്നതാണ് നാരദ മഹർഷി, നാരദ മഹർഷിയുടെ വീണ മഹതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് വരുന്നത് തുമ്പുരു മഹർഷി. പിന്നെ ഇതാണ് മഹാവിഷ്ണു, ബ്രഹ്മാവ്. പിന്നെ യമനാണ് ഈ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പാർവതി ദേവിയുടെ മടിയിലാണ് തല വെച്ചേക്കുന്നത്, കാല് വെച്ചിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് താഴെ വരുന്നത് മുരുകൻ. പിന്നെ ഇത് രണ്ടുപേരും ശിവഭൂതങ്ങളാണ്, ശിവന്റെ ഭൂതഗണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഈ ക്ഷേത്രത്തിന്റെ മുന്നിലും വെച്ചേക്കുന്ന ദാരുശില്പം അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതല്ല, ഇത് ശിവന് കുറെ ശിവന്റെ ഭൂതഗണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ട്, അവരാണ്. പിന്നെ ഇത് നന്ദി, ഇവിടെ ശിവനെ നോക്കിക്കിടക്കുന്നതാണ് നന്ദിയുടെ ആ ഒരു രൂപം. ഇത് പൂർണ്ണ രൂപത്തിലുള്ള നന്ദിയാണ്. പിന്നെ ഇത് അത്രി മഹർഷി, ഇത് വരുന്നത് ഗണപതി. പിന്നെ ഇത് ശുക്രാചാര്യര്. പിന്നെ സൂര്യനും ചന്ദ്രനും. പിന്നെ വരുന്നത് അത് ഇന്ദ്രനാണ്, ആ ഒരുപാട് കണ്ണുള്ളത് വന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പം ഇതൊരു പൂർണ്ണ ചിത്രം തന്നെയാണല്ലേ? ഇതൊരു പൂർണ്ണ ചിത്രം തന്നെ. വാസുകി ശയനമൂർത്തി പൂർണ്ണമെന്ന് പറയാൻ പറ്റത്തില്ല, ഇതിന്റെ മിഴിയെഴുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമാവത്തില്ല. ഈ ഇതിന്റെ മിഴിയെഴുത്ത് വെച്ചിരിക്കുന്നത് ഈ അമ്പലത്തിലെ ഉത്സവത്തിന്റെ 9ാം ഉത്സവത്തിന്റെ ഫെബ്രുവരി 19 അല്ലേ? 10 ടൈം എടുത്ത മിഴിയെഴുത്തെന്ന് പറയുമ്പോ ഈ നമ്മുടെ കണ്ണില് കറുപ്പ് വെച്ച് വരച്ച് അതിന്, അതായത് ഒരു വിഗ്രഹത്തിന്റെ ചെയ്യുന്ന അതേ പ്രൊസീജിയർ തന്നെ. നമ്മൾ എന്ത് ഒരു വിഗ്രഹം ചെയ്താലും അതിന്റെ ലാസ്റ്റിലാണ് അതിന്റെ കണ്ണ് ചെയ്യുന്നത്. അത് കണ്ണ് തുറന്നിട്ട് അതിന് ജീവൻ കൊടുക്കുന്നു എന്ന് പറയുന്നതിന് സമാനമാണ്. അതേ സെയിം ഇത് തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. അത് ചടങ്ങായിട്ടാണ് വെച്ചേക്കുന്നത്. ടൈം നോക്കി അത് മുഹൂർത്തം നോക്കി വെച്ചേക്കുന്നത്. അപ്പം അന്നേ ദിവസം 10:10-നും 11:12-നും ഇടയ്ക്കാണ് ഇത് ചെയ്ത് തീർക്കേണ്ടത്. അപ്പം വളരെ മനോഹരമായിട്ട് തന്നെയാണ് കേരളത്തിലെ ആദ്യ ചുവർച്ചിത്രം ഇവിടെ വിശാഖിന്റെ നേതൃത്വത്തിൽ ചെയ്തിട്ടുള്ളത്. ഇത് മാത്രമല്ല വിശാഖിന്റെ പ്രത്യേകതകൾ. വിശാഖുമായിട്ട് സംസാരിക്കാൻ നമുക്ക് മനസ്സിലാകും ഒട്ടനവധി കാര്യങ്ങൾ വിശാഖിന്റെ കലാക്ഷേത്രയിൽ ചെന്നാൽ നമുക്ക് മനസ്സിലാകും. അപ്പം അവിടെ കാളത്തല ഒരു നന്ദികേശ ശിരസ് അതിരിപ്പുണ്ട്. പിന്നെ തെയ്യം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ഞാൻ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുക്കാൻ വന്നതാണെങ്കിൽ വിശാഖുമായിട്ട് സംസാരിച്ചിരിക്കാൻ നമുക്ക് മനസ്സിലാക്കാം അവിടെ ധാരാളം കാഴ്ചകൾ നമുക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അപ്പം ഇതിനോടൊപ്പം തന്നെ ആ കാഴ്ചകളിലൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. ചിത്രങ്ങൾ ക്ഷേത്രത്തിനായി സമർപ്പിക്കുന്നത് സ്വാസ്തിക സ്കൂൾ ഓഫ് ആർട്സിലെ കലാകാരനും കലാകാരികളും ചേർന്നാണ്.